അങ്ങനെ പറയുന്നു. ലൈറ്റ് ഇട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതൊരു ഡേ ഇൻവൈലായിട്ട് എടുക്കാതെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷോപ്പ് അവധിയാണ്. അപ്പോൾ ഇനി ഫുൾ വീട്ടിലായി ഉറങ്ങി എടുത്ത് ഇന്നലെ രാത്രിയിലെ ഇന്ന് തീരുമാനിച്ച് കിടന്നാണ് ഉറങ്ങിയത്. ഇന്ന് രാവിലെ 10 മണിയായിട്ട് എഴുന്നേക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ 10 മണിയാകാൻ പോകുന്നു. ശരിക്ക് കിടന്ന് ഉറങ്ങി, വൃത്തിയായിട്ട് കിടന്ന് ഉറങ്ങി. ആരും വിളിക്കാതെ എല്ലാവരും ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടി എഴുന്നേറ്റ് കിടപ്പുണ്ട്. എഴുന്നേറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി നേരെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് അല്ലാതെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. 10 മണിയായി. രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ വേണ്ട നേരെ എഴുന്നേക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ. നീ പറ ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നടേ. അങ്ങനെ മഴയൊക്കെ പെയ്ത് രാവിലത്തെ ഒരു വെയിൽ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാൻ വാതിലിങ്ങനെ തുറന്ന് വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ സിംബക്കുട്ടൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. സിംബ വാതിൽ തുറക്കുന്ന നോക്കിയിരിക്കും അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ രാവിലെ ഇന്നലത്തെ മഴ നനഞ്ഞ് നല്ല ചെടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതുങ്ങളുടെ ഒന്നും മുഖം നേരെ ചോദിരിക്കത്തില്ല. പക്ഷെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവറ്റൊക്കെ എന്തോ സന്തോഷം എന്നറിയാം. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടിരിപ്പുണ്ട് ചെടികളൊക്കെ. നമ്മുടെ സിംബയാണെങ്കിൽ ഇവിടെ വീടിൻ്റെ വരാന്തയിൽ കയറി ഇങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരെ വന്ന് ജനലും കൂടി തുറന്നിട്ടു. അതിനുശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ മനീഷേട്ടൻ അവിടെ നിന്ന് മാങ്ങ പറക്കുന്നു. മാങ്ങ എന്ന് പറയാനായിട്ട് ആദ്യമൊക്കെ ടൈമിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്ന് മാങ്ങ കുറവാണ്. ഇപ്പം മാങ്ങ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പോയി എടുക്കണം, അതല്ലെങ്കിൽ ആ മാങ്ങ മോശമായി പോകും. അങ്ങനെ മനീഷേട്ടൻ അവിടെ മാങ്ങ പറക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എനിക്ക് രാവിലത്തെ ജോലിയൊക്കെ ഒന്ന് റെഡിയാക്കണം. രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ടുണ്ടാക്കി പിന്നെ മനീഷേട്ടൻ്റെ ഫേവറേറ്റ് കറിയായിട്ടുള്ള കിഴങ്ങ് ബാജിയാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ നൈനൂട്ടിക്ക് മുട്ട പുഴുങ്ങണമെന്ന് പറഞ്ഞിട്ട് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കിഴങ്ങ് ഇങ്ങനെയാണ് കേട്ടോ പുഴുങ്ങാറും. അങ്ങനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വേവിച്ചിട്ട് പിന്നീടാണ് തൊലി അങ്ങനെ കളഞ്ഞെടുക്കാറ്. അപ്പോൾ അന്നേരം സമയമായപ്പോഴത്തേക്ക് മനീഷയുടെ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കുക്കിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈനൂട്ടിക്ക് ഇപ്പോഴും ഇടയ്ക്കൊക്കെ വാരി കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൾക്ക് വാരി കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അരിക്കുള്ള വെള്ളം വെച്ചത്. അരി അവിടെ കിടന്ന് തിളക്കട്ടെ. ആ ഒരു ടൈമും കൊണ്ട് ഇവിടെ മുഴുവനും ഒന്ന് വൃത്തിയാക്കണം. കാര്യം കുറേ ദിവസമായിട്ട് പോവുകയും വരുകയും അങ്ങനെ ഇങ്ങനെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അടിഭാഗം, അതായത് സോഫയുടെ അടിഭാഗം ഒന്നും ശരിക്കും വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നൈനൂട്ടി ഉള്ളതുകൊണ്ട് സോഫയുടെ പുറകിൽ കൂടിയും സൈഡിൽ കൂടിയും ഒക്കെ കിട്ടുന്ന സ്ഥലത്തൂടി അവളുടെ സാധനങ്ങളെല്ലാം അതിനുള്ളിലേക്ക് ഇടും. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കുന്നതായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നത് കൊണ്ട് അതും കൂടി അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ കഷ്ടപ്പെടുന്നത്, കൂടെ നമുക്ക് സഹായിക്കാനായിട്ട് ഒരാളും കൂടി ഉള്ളപ്പോൾ നമുക്ക് പിന്നെ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. സാധാരണ ഞാൻ വീട്ടിലിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ സൺഡേ ഒക്കെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ മനീഷേട്ടൻ എൻ്റെ കൂടെ കൂടാറില്ല. കിച്ചണിൽ എപ്പോഴും എൻ്റെ കൂടെ കൂടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഫുൾ ടൈം എൻ്റെ കൂടെ അങ്ങനെ കൂടാറില്ല. ഈ മേശയൊക്കെ മാറ്റി തരാനൊക്കെ നിൽക്കുന്നതല്ലാതെ. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മേശം മറിച്ചിടാനും ക്ലീൻ ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. രണ്ടുപേരും കൂടെ ചെയ്തപ്പം വലിയ മല പോലത്തുള്ളൊരു ജോലി ഉണ്ടല്ലോ, എലി പോലായി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ആയിട്ടുണ്ടായിരുന്നു ബെഡൊക്കെ ഒന്ന് ഉണക്കിയിട്ട്. പിന്നെ ആ വലിയ പൊന്തക്കാട്ടം ബെഡ് എടുത്തിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് പിടിച്ചിട്ട് പൊങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ നിവർത്തിയില്ല. പിന്നെ ഈ ഒരു കട്ടിലിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ കട്ടിലിൽ 4 സൈഡിലും കാർഡ്ബോർഡ് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്കകത്തോട്ട്
സാധനങ്ങളൊന്നും വെക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ അപ്പുറ സൈഡിൽ ആ ഒരു ഹോളിലൂടെ നൈനൂട്ടി അതിനുള്ളിലേക്ക് ഇടാത്ത സാധനങ്ങളില്ല. എല്ലാം വേണ്ട സാധനമാണ് കേട്ടോ. അവളുടെ മാല, അവളുടെ കമ്മൽ, സ്ലൈഡ്, പിന്നെ എൻ്റെ കാണാതായി പോയ കുറേ സാധനങ്ങൾ എനിക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടി കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ക്ലീൻ ആക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം കാണാതായ മാസങ്ങളായിട്ട് അതല്ലെങ്കിൽ കാണാതായ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടും. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ അതവിടെ കൊണ്ടിടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കിട്ടിയ വേസ്റ്റൊക്കെ കത്തിച്ച് കളഞ്ഞ് പേപ്പറൊക്കെ. നൈനൂട്ടിയാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ നമ്മുടെ ദാശൂട്ടൻ്റെ അവിടോട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ നല്ല മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങയും പിറക്കാം. അതുമാത്രമല്ല നമ്മുടെ ദാശൂട്ടനെയും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണേ. ഈ വലിയ മാവിന്നാണ് ഗൈസ് മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കല്ലുവിന് പോലും കൊടുക്കാതെ. കല്ലു സ്കൂൾ തുറപ്പിന് പുതിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് തിപ്പുണ്ട്. കാണിച്ച കല്ലു പുതിയ സമ്മാനം. കല്ലുവിൻ്റെ പുതിയ ഗിഫ്റ്റാണ് ഗൈസ് അത്. സ്കൂൾ തുറപ്പായപ്പോഴത്തേക്ക് അവൾ ഒപ്പിച്ച പണിയാ അത്. നിങ്ങൾ കുറേ വാങ്ങി. ഇതെല്ലാം പോയി കിടക്കുന്നതല്ലേ? ഇത്രയേ ഉള്ളു. വന്നല്ല മനീഷേട്ടൻ പിറക്കി എടുത്തെന്ന് തോന്നുന്നല്ലേ? ആ ഒരു കവർ മാങ്ങ പിറക്കിയിട്ട് ഇനി മാങ്ങയ്ക്ക് ആക്രാന്തം മൂത്ത് ദാ മനുഷ്യൻ അങ്ങോട്ട് ആട്ടിലോട്ട് ഇറങ്ങി പോവാ. ഇനി മതി. ഞാൻ കുളിച്ചില്ല. ഞാൻ ഇനി ചെന്നിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അന്നേരത്തേക്ക് മനീഷയുടെ മാങ്ങ ഉറക്കാൻ വന്നപ്പം എനിക്കും അവിടെ ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. ഞാനും ഇനി പോകുന്നു. ചുമ്പട ദാശപ്പൻ ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. ചിരിച്ചേ, ചിരിക്കടാ. കാണുന്നില്ല. ദാശപ്പൻ നോണ്ടിരിക്കുന്നു. തിരിഞ്ഞു നിന്നേട്. വേണ്ട ദാശപ്പൻ വേണ്ട. ആ ഒന്നുമില്ല. അവൻ സൈറൻ തുടങ്ങി. ഗൈസ് ആ കാട്ടിനകത്ത് കോവയ്ക്ക മനുഷ്യരെ കുറച്ച് മൈലാഞ്ചി പറിച്ചു തരുമോ? ഒരു കവറ് പിന്നെ പഴുത്തവിഞ്ഞു പോയി ഗൈസ്. വേണ്ടേ ഒരു കവറ് മുട്ടയും ഒരു കവറ് മാങ്ങയായിട്ട് ദാണ്ട പോകുന്നു. കുണുങ്ങി ആ മസാല ആയിക്കോ. ഞാൻ കുളിക്കട്ടെ. എല്ലാം ഞാൻ കുളിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു മുട്ട മസാല ഉണ്ടാക്കി തരാൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മുട്ട മസാല റെഡിയാക്കി വെച്ചേക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതേ നമ്മുടെ രാധുവിൻ്റെ അടുത്തുനിന്ന് പിറക്കിക്കൊണ്ട് വന്ന മാങ്ങ ഉണ്ടല്ലോ, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കുന്തോറും ഈ മാങ്ങയുടെ ടേസ്റ്റ് കൂടും. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ ഈ ഒരു മാങ്ങ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിലെ പിള്ളേരെല്ലാം കൂടി പോയി മാങ്ങ കാറ്റ് വീഴുമ്പോഴത്തേക്ക് പിറക്കുന്നതൊക്കെ ഒരു ഫീലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഭക്ഷണവും കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നൈനൂട്ടിയും മനീഷേട്ടനും നേരത്തെ മാങ്ങ തിന്നായിരുന്നു കേട്ടോ. ഞാനാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ വെയിൽ കണ്ടുകൊണ്ട് കുറച്ച് തുണി വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴക്കോള്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ കിടന്ന തുണിയെല്ലാം കൂടി അതങ്ങ് എടുത്തുകൊണ്ട് മുകളിലിടാനായിട്ട്. ഒന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. തുണി വിരിക്കാൻ വേണ്ടി മോളി വന്നിട്ട് ഇനി എന്തായാലും വെയിലുറക്കൊന്നും തോന്നുന്നില്ല. 4:30 കഴിഞ്ഞു. ഇനി വെയിലുറക്കത്തില്ല. എടാ ഞാൻ എവിടെ പോകുന്നെന്ന് നോക്കിയിരിക്കുമോ ഈ മനുഷ്യൻ. എൻ്റെ പുറകിന് നടക്കുക. കയറി ഇങ്ങനെ ഇരിക്കുക. തുണി ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട തുണിയാട്ടോ. അതൊന്ന് നല്ലതായിട്ട് ഉണങ്ങി പപ്പടം പോലെ ആയിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോകണം. പിന്നെ എന്താണ് ഒരു ഞായറാഴ്ച കിട്ടിയത്. ഇങ്ങനെ അങ്ങ് പോയി ഭക്ഷണം കഴിച്ചത് 3:30-ക്കാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പോന്ന്. അങ്ങനെ തുണി വിരിക്കാൻ വേണ്ടി മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട തുണി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പുതിയ തുണി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. തുണി വലിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ അശയും കൂടി അങ്ങ് പൊട്ടിപ്പോയി. ഒട്ടും ഓർത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ആ അശ കെട്ടി തുണിയൊക്കെ വിരിച്ചു. ഒരു ടൈമിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ഞാൻ ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, മുകളിൽ കേട്ടോ. അപ്പോൾ ഒരുങ്ങാനൊക്കെ മുകളിലോട്ട് കയറി വരുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മുകളിലാക്കി. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കയറി വരുമായിരുന്നു. ഇപ്പം ഈ മുകളിലേക്ക് കയറി വരുന്നത് തുണി വിരിക്കാനായിട്ട് മാത്രമാണ്.
അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മനീഷേട്ടനും ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇപ്പോഴാണ് കേട്ടോ ഞാൻ സമയം ഓർത്തത്, 4:30 കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പോയപ്പോൾ ഓക്കെ അറിഞ്ഞതേ ഇല്ല. അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് മഴച്ചാറ്റലുണ്ടായത്. പിന്നെ ചാട്ടപ്പടയെന്ന് ഓടി വന്ന് പെട്ടെന്ന് മഴ നന്നായിട്ട് പെയ്യുന്നതിന് മുമ്പ് ഓടിച്ചിട്ട് മുറ്റം നന്നായിട്ടൊന്ന് തൂത്തു. അത്രയ്ക്ക് വലിയ കരിയിലൊന്നും ഇല്ലായിരുന്നു, ഉള്ള കരിയിലൊക്കെ തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുറ്റം തൂത്തിട്ട് ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. എന്തൊരു ടൈമിംഗ് ആയിരുന്നു നോക്കിയേ. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് തുണികളൊക്കെ ഇല്ലായിരുന്നോ, അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടേക്കുമായിരുന്നു. ബെഡ്ഷീറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കണം. ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ടെസ്റ്റ് ഉണ്ടായത്. ആ ഒരു ടൈമിൽ കറണ്ട് അങ്ങ് പോയായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിയുന്നതും കറണ്ട് പോകുന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ. മാത്രമല്ല എൻ്റെ ഫോണിൽ ഒട്ടും ചാർജും ഇല്ലായിരുന്നേ. മെഴുകുതിരി വെട്ടത്തിലാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചത്. ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലാഞ്ഞതുകൊണ്ട് വീഡിയോ പോലും ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോ നന്നായിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.